பகுதியில் நடைபெற்ற அந்த மண் சரிவின் காரணமாக பல வீடுகளும் பல மக்களும் உயிரிழந்துள்ளனர். இது குறிப்பாக ஒரு வீடு பகுதியை சார்ந்த அந்த வீடே தரைமட்டமான நிலையில் அந்த குடும்பம் தற்போது பாதுகாப்பு முகாமில் தங்க வைக்கப்பட்டுள்ளது. அந்த குடும்பத்தை சார்ந்த ஒரு மகள் ஒரு பாட்டு, அதாவது சிங்கர் என்றும் அதே சமயத்தில் பல்வேறு விருதுகளை வாங்கியுள்ளார். இப்பொழுது அவர்கள் வீட்டுகளை போய் பார்க்கும்பொழுது வீடு தரைமட்டமான நிலையிலும் அந்த பெண்மணியினுடைய ஒரு 2-3 விருது அந்த പടങ്ങൾ மட்டுமே அங்கு இருந்திருக்கின்றது. അത് குறித்து കേൾക്കാം. മാഡം വണക്കം. ഇത് അവിടെ വീടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ BA MA. இப்போ வந்து ஹவுஸ் ஃபுல் ഡാമേജസ് മെമ്പർഷിപ്പ് എவ்வளவு ഫീലിംഗ് ആണ്? ഞങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമേ സേഫ് ആയിട്ടുള്ളൂ. ബാക്കി റിലേറ്റീവ്സ് എല്ലാം പോയി. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് സ്കൂളിൽ പഠിക്കുമ്പോൾ അനിയത്തിക്ക് കിട്ടിയതാണ്. ഫുൾ മാർക്ക് വാങ്ങിയതിനുള്ള ട്രോഫിയൊക്കെയാണ്. +2 അപ്പം അതിന് വാങ്ങി. ഇത് വഞ്ചിപ്പാട്ട് പാട്ട് പാടിയതിന് സ്റ്റേറ്റ് കലോത്സവത്തിൽ കിട്ടിയതിന് നമ്മുടെ ടീച്ചർ ഗിഫ്റ്റ് തന്നതാണ്. இப்போ வந்து ஃபுல் வீட் டேமேஜஸ், இவர் வந்து ரொம்ப ஃபீலிங்காக இருப்பீங்க. இப்போ வந்து எங்கே இருக்கிறீங்க? ஃபுட்டெல்லாம் இருக்கு? ക്യാമ്പിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഫുഡൊക്കെ അവിടെ തന്നെയാണ്. ഒന്നും അറിയില്ല, ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. தங்களுடைய வீடுகள் அனைத்துமே இழந்த நிலையில் தற்போது எனக்கு எடுத்த ஒரு இது பண்ணிங்கன்னா இந்த விருது மட்டுமே அப்படிங்கிறாரு. சார் வணக்கம். இப்போ வந்து உங்கள் வீடு எல்லாம் டேமேஜ் ஆகிருக்கும், எல்லா பொருட்களும் அடிக்க போயிருக்கு, நீங்கள் மட்டும் இப்போ வந்து உயிரோடு இருக்கிறீங்க. இப்போ உங்கள் மகள் பார்த்தீங்கன்னா விருது அவங்க வாங்கின ஞாபகார்த்தமான ஒரு 4-3 விருது தான் இருக்குது. இது எப்படி சார்? ரொம்ப അതാണ് ഞാൻ HML കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ HML തൈല എന്നുള്ള വേണ്ടി കുറഞ്ഞ കൂലിയുള്ളൂ, 400 ചില്ലാനും കൂലിയുള്ളൂ. അതിൽ നിന്നൊക്കെ ജോലി ചെയ്തിട്ട് മിച്ചം പിടിച്ചിട്ടാണ് മക്കൾക്ക് ഇതുവരെയുള്ള വിദ്യാഭ്യാസം കൊടുത്തത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പുറമെ ചെറിയ വീടാണ്, ചെറുതാണെങ്കിലും ഒരു വീടാണ് എല്ലാവർക്കും സ്വപ്നം. ആ വീട്ടിനകത്തായിരുന്നു ഞങ്ങളൊക്കെ കിടന്നുറങ്ങിയിരുന്നത്. ആ വീടും മക്കളെ രേഖകളും എല്ലാം സകലതും നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ എല്ലാവരും ഈ ന്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്. இப்போ வந்து உங்கள் மகள் வந்து சொல்கிறீங்க நல்லா படிக்க வச்சுருக்கிறீங்க. இப்போ அவங்களுடைய பொருட்கள் எல்லாமே போயிருக்கும். இப்போ உயிர் மட்டும்தான் உங்களுடைய இதாக இருக்குது. உங்களுடைய ஞாபகார்த்தமான அனைத்து பொருட்கள் அதில் இருக்கும். இப்போ வந்து நீங்கள் எப்படி அங்கே போனீங்க? எப்படி என்ன பொருள் இருந்துச்சு? ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ദിവസം താമസിച്ച ക്യാമ്പിലാണ്. അപ്പോൾ ഇതുവരെ വൈഫിൻ്റെ ഫാമിലിയിൽ 10 ആൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഫ്രീ ആയപ്പോൾ മക്കൾ നമ്മുടെ വീട് എന്താണെന്നുള്ളത് കാണണമല്ലോ, എവിടെ വീട് ഇരുന്നത് എല്ലാം അറിയണം. കാരണം അവർ ഈ ഇതെന്നെല്ലാം റിക്കവറി ആയി വരണ്ടേ. അപ്പം അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന അവിടെ പോയി നോക്കുമ്പോൾ വീട് എവിടെയാണ് ഇരുന്നതെന്ന് അറിയുന്നില്ല. പൊരുൾ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. മക്കളെ ഫയലുകളും അതുപോലെ തന്നെ നമ്മളെ ചെറിയ പൈസ എന്തായാലും അലമാരക്കകത്തൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം മിസ്സിങ് ആയിട്ട് ഇനി എവിടേക്ക് പോകണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ക്യാമ്പ് ഒക്കെ നാളെ മറ്റന്നാളായിട്ട് ക്യാമ്പൊക്കെ തീരും. നമ്മളെവിടെ പോവും ഇവരെ കൊണ്ട്? വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കാൻ 5 പൈസ അല്ല കയ്യിൽ ഉള്ളത്, മുഴുവൻ പോയി. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടാതെ അങ്ങനെ പോവുകയാണ്. തിരിച്ച് ക്യാമ്പിലേക്ക് പോകുന്നു. இது வந்து ரொம்ப உங்களுக்கு மனசு ரொம்ப ஃபீலிங்காக, ஏன்னா எல்லாமே இழந்துட்டு இப்போ வந்து ஃபேமிலியோடு இருக்கிறீங்க. ரொம்ப மனசுக்கு எப்படி இருக்குது? എന്ത് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടുപോയി, നമ്മളെ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കി വെച്ചവരാണ് ഇനി അവരെ ടെൻഷൻ എന്നൊക്കെ രക്ഷപ്പെടുത്തി വരേണ്ടത് നമ്മളെയും കൂടി ബാധ്യതയല്ലേ, കടമയല്ലേ. അപ്പോൾ അവരിങ്ങനെ ഇരുന്നപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജീവൻ തന്നിട്ടുണ്ട്, ജീവിക്കണ്ടേ? ഇനി ജീവിക്കണമെങ്കിൽ അവരെ മനസ്സൊക്കെ ക്ലിയർ ആയി വരണം. അതിന് നമ്മൾ അതെല്ലാം മാറ്റി വെച്ച് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണ്ടേ. ആ ഒരു സങ്കടക്കുള്ളിൽ ഒതുക്കിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ நடക്കുന്നത്. அதாவது இவர் குறிப்பிட்டபடி தன்னுடைய சொந்த ஒரு வீடாச்சு வேண்டும் என்று சொல்லி ஒரு சொந்த வீடு கட்டி அங்கே குடியிருக்கும் பொழுது இது மாதிரியான பாதிப்புகள் ஏற்பட்டு வீட்டினுடைய பொருட்கள் வீடு அனைத்துமே அடித்து தள்ளப்பட்டு தற்போது தான் வந்து தனியாகவும் தன்னுடைய குடும்பத்தின் மூலமாக தனியாக மட்டும்தான் இருக்கிறேன். இதை திருப்பி எப்பொழுது இந்த நிலைமை எங்களுக்கு மீண்டும் வருமோ, தன்னுடைய பழைய வாழ்க்கை எங்களுக்கு எப்போ வருமோ அப்படிங்கிற எண்ணத்தில் தான் தற்போது இந்த மக்கள் இருந்து வருகின்றனர். செய்திகளை உடனுக்குடனும் துல்லியமாகவும் தெரிந்து கொள்ள சப்ஸ்கிரைப் பண்ணுங்க.